നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി 24 ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവരിൽ പലരും ആക്രമണം നടത്തിയത്. എന്നാൽ ഇവരുടെയൊക്കെ തന്നെ ആക്രമണങ്ങളെല്ലാം ഫലത്തിൽ ബൂമറാങ്ങായി മാറുകയും അതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്ന ഒരവസ്ഥയുമാണ് നമ്മൾ കണ്ടത്. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ സമൂഹ മാധ്യമക്കുറിപ്പ്. ഇതിൽ അവർ നിരവധി ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടതൊക്കെ തന്നെ ഒടുവിൽ അവർക്ക് തിരിച്ചടിയാവുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ലക്ഷ്മി പത്മ ഇപ്പോൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ലക്ഷ്മി പത്മയുടെ പോസ്റ്റിനെതിരെയും വന്നത്. കാരണം ഈ ലക്ഷ്മി പത്മ ഇട്ടിരുന്ന സ്ക്രീൻഷോട്ടുകളിലൊക്കെ തന്നെ പല ഭാഗങ്ങളും മാറ്റി കളഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വലിയ വിവാദം ഉയരുന്നത്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി തനിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് കോളേജ് അധികൃതരെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി കോളേജിൽ വലിയ തോതിലുള്ള ഒരു സ്വീകരണം അവർക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ യുവതിയുടെ ഫ്ലക്സും ചിത്രങ്ങളുമൊക്കെ തന്നെ കോളേജിലും പരിസര പ്രദേശങ്ങളുമൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ ഒരു പൊതു സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. കാരണം UPSC പരീക്ഷയിലൂടെ നമുക്കറിയാം സിവിൽ സർവീസ് ആയിരിക്കും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. IAS, IPS, IFS അതുപോലെ അതിൻ്റെ താഴെയുള്ള ഒരുപാട് സർവീസുകൾ ഇവയൊക്കെ തന്നെ ഉണ്ട്. ഈ പെൺകുട്ടി തനിക്കിതിലൊരു സർവീസ് ലഭിച്ചു എന്ന് അവകാശപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നിവിടെ സ്വീകരണം ഒരുക്കിയത്. എന്നാൽ പിന്നീട് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും ആ പെൺകുട്ടിയെ കോളേജ് വിട്ടുപോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 2014 ഈ സംഭവം നടന്നത്. നിയാസ് മലബാറി എന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകട്ടെ ഇപ്പോൾ തൻ്റെ പേജിൽ ഇത് സംബന്ധിച്ച ഒരു ചിത്രവും ചേർത്തിരിക്കുകയാണ്. അതിൽ പറയപ്പെടുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്തിറങ്ങിയ ഷഹനാസിൻ്റെ കാര്യമാണ് ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടത് എന്നാണ്. ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് എന്ന പൊതുപ്രവർത്തകൻ കൂടിയ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പരാതി ഇപ്പോൾ DGP കൈമാറിയിട്ടുണ്ട് എന്നാണ് കുളത്തൂർ ജയ്സിംഗ് പറയുന്നത്. കാരണം ഇത് സംബന്ധിച്ച അന്വേഷണം പിന്നീടൊന്നും നടന്നിട്ടില്ല. ഒരാൾ ശരിക്കും നമുക്ക് ഓർമ്മയുണ്ട്, കിങ് ലയർ എന്ന സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം തനിക്ക് വലിയ ഉയർന്ന പദവികൾ കിട്ടി, PhD കിട്ടി എന്നൊക്കെ പറഞ്ഞ് സ്വീകരണം സംഘടിപ്പിക്കുന്നതും ഒടുവിൽ അത് പൊളിയുന്നതുമൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. ആ കഥയിലെ നായിക ഷഹനാസാണ് എന്നാണ് ഇവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഷഹനാസ് ഇക്കാര്യം നിഷേധിക്കുകയോ ഇത് സംബന്ധിച്ച മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, ഇത് സംബന്ധിച്ച പോസ്റ്റുകളും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിക്കാനായി അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടി എത്തിയ പലരും ഒരു വിരൽ രാഹുലിന് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരൽ തങ്ങൾക്ക് നേരെ തന്നെ ചൂണ്ടിയിരിക്കുന്നതായി അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഷഹനാസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ മോശമായ ഭാഷയിൽ, മോശമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ സംസാരിച്ചത്. ആ ഉപയോഗിച്ച ഭാഷയെക്കുറിച്ച് പോലും പലരും അന്ന് പരാതിപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഷഹനാസിൻ്റെ പേരാണ് ഇപ്പോൾ ഈ UPSC റാങ്ക് കിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ DGP മേൽ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിക്കും യഥാർത്ഥത്തിൽ ഈ UPSC പരീക്ഷയിൽ ജയിച്ച IAS കിട്ടാതെ പോയ IAS-കാരി ആരാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ സംഭവം നടന്ന് ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ട് ഈ ഒരു തട്ടിപ്പ് കേസിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല എന്നുള്ള കാര്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വ്യക്തി തനിക്ക് IPS കിട്ടി എന്ന് പറഞ്ഞ് പത്രങ്ങളിലൊക്കെ തന്നെ പരസ്യം കൊടുക്കുകയും പിന്നീട് ഇവിടെ ഉള്ള വലിയ സമ്പന്നമായ കുടുംബത്തിൽ ചെന്ന് അവിടുത്തെ പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുകയൊക്കെ ചെയ്ത വാർത്ത പിന്നീട് പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്ന VK സോമനാണ് അന്ന് ഇത് പുറത്തു കൊണ്ടുവന്നത്. അന്ന് വലിയ തോതിൽ കോളൊക്കെ സൃഷ്ടിച്ചൊരു വാർത്ത കൂടിയായിരുന്നു ഇത്. സിവിൽ സർവീസ് പരീക്ഷയിൽ IFS, IPS, IPS-ന് താഴോട്ടുള്ള ഏത് സർവീസാണ് ആദ്യം ലഭിച്ചതെന്ന് പറഞ്ഞ് അന്ന് ഇയാളൊരു വാർത്ത നൽകിയിരുന്നുവെന്നും പിന്നീടാണ് തനിക്ക് IPS കിട്ടിയത് എന്ന് പറഞ്ഞ് ഈ ഒരു വാർത്ത നൽകുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്ത അയാളെ അന്ന് പോലീസ് പിടികൂടിയിരുന്നു. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളോട് ഷഹനാസ് പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഇട്ടുനോക്കുന്നത്. കാരണം ഈ ആരോപണം ശരിയാണ് എങ്കിൽ അവർ ഇതിന് ഉത്തരം നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനിറങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ സ്വയം പൂട്ടിലായ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്.